അധ്യായം 12. അഗാസുര രാക്ഷസന്റെ വധം. ഒരിക്കൽ ഭഗവാൻ തന്റെ എല്ലാ പശുസുഹൃത്തുക്കളുമായി അതിരാവിലെ തന്നെ കാട്ടിലേക്ക് പോകാൻ ആഗ്രഹിച്ചു. അവിടെ അവർ ഒത്തുകൂടി ഉച്ചഭക്ഷണം കഴിക്കണം. കട്ടിലിൽ നിന്ന് എഴുന്നേറ്റയുടനെ അവൻ എരുമ കൊമ്പ് ഊതി കൂട്ടുകാരെയെല്ലാം വിളിച്ചുകൂട്ടി. കാളക്കുട്ടികളെ മുന്നിൽ നിർത്തി വലിയ ഘോഷയാത്രയായി അവർ കാട്ടിലേക്ക് പുറപ്പെട്ടു. ഈ രീതിയിൽ ഭഗവാൻ കൃഷ്ണൻ തന്റെ ആയിരക്കണക്കിന് കാരെ ഒരുമിച്ചുകൂട്ടി. അവർ ഓരോരുത്തർക്കും ഒരു വടിയും ഓടക്കുഴലും കൊമ്പും കൂടാതെ ഒരു ഉച്ചഭക്ഷണ സഞ്ചിയും സജ്ജീകരിച്ചിരുന്നു. ഓരോരുത്തരും ആയിരക്കണക്കിന് പശുക്കിടാക്കളെ പരിപാലിക്കുന്നുണ്ടായിരുന്നു. ആ വിനോദയാത്രയിൽ എല്ലാ ആൺകുട്ടികളും വളരെ സന്തോഷത്തോടെയും പ്രത്യക്ഷപ്പെട്ടു. കൃഷ്ണൻ ഉൾപ്പെടെയുള്ള ഓരോരുത്തരും തന്റെ സ്വകാര്യ പശുക്കിടാക്കളെ കാട്ടിലെ വിവിധ സ്ഥലങ്ങളിൽ മേയിക്കുമ്പോൾ ശ്രദ്ധാലുവായിരുന്നു. ആൺകുട്ടികൾ പലതരം സ്വർണ്ണാഭരണങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. എന്നിട്ടും അവർ കാടിന്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പൂക്കളും ഇലകളും ചില്ലകളും മയിൽപ്പീലികളും ചുവന്ന കളിമണ്ണും പെറുക്കി പലവിധത്തിൽ അലങ്കരിക്കാൻ തുടങ്ങി. വനത്തിലൂടെ കടന്നുപോകുമ്പോൾ ഒരു ആൺകുട്ടി മറ്റൊരു ആൺകുട്ടിയുടെ ഉച്ചഭക്ഷണ പൊതി മോഷ്ടിക്കുകയും മൂന്നാമത്തേതിന് കൈമാറുകയും ചെയ്തു. ഉച്ചഭക്ഷണ പൊതി മോഷ്ടിക്കപ്പെട്ട കുട്ടി വിവരമറിഞ്ഞപ്പോൾ അത് തിരികെ എടുക്കാൻ ശ്രമിച്ചു. എന്നാൽ അത് കൈവശമുണ്ടായിരുന്ന കുട്ടി മറ്റൊരു ആൺകുട്ടിക്ക് എറിഞ്ഞുകൊടുത്തു. ഈ കായികകളി ആൺകുട്ടികൾക്കിടയിൽ ബാല്യകാല വിനോദങ്ങളായി തുടർന്നു. കൃഷ്ണഭഗവാൻ ചില പ്രത്യേക പ്രകൃതി ദൃശ്യങ്ങൾ കാണുന്നതിനായി ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് മുന്നോട്ടു പോയപ്പോൾ പിന്നിലുള്ള ആൺകുട്ടികൾ ഓടിയെത്തി അവനെ ആദ്യം തൊടാൻ ശ്രമിച്ചു. അങ്ങനെ വലിയ മത്സരമായിരുന്നു. ഒരാൾ പറയും, ഞാൻ അവിടെ പോയി കൃഷ്ണനെ തൊടാം. മറ്റൊരാൾ പറയും, അയ്യോ, നിങ്ങൾക്ക് പോകാൻ കഴിയില്ല, ഞാൻ ആദ്യം കൃഷ്ണനെ തൊടാം. അവരിൽ ചിലർ അവരുടെ ഓടക്കുഴലുകളിലോ എരുമക്കൊമ്പ കൊണ്ട് നിർമ്മിച്ച കമ്പനമുള്ള ബഗിളുകളിലോ കളിച്ചു. അവരിൽ ചിലർ സന്തോഷത്തോടെ മയിലുകളെ പിന്തുടരുകയും കാക്കയുടെ ശബ്ദം അനുകരിക്കുകയും ചെയ്തു. പക്ഷികൾ ആകാശത്ത് പറക്കുമ്പോൾ ആൺകുട്ടികൾ നിലത്തുകൂടെ പക്ഷികളുടെ നിഴലുകൾക്ക് പിന്നാലെ അവയുടെ കൃത്യമായ ഗതി പിന്തുടരാൻ ശ്രമിച്ചു. അവരിൽ ചിലർ കുരങ്ങുകളുടെ അടുത്തുപോയി നിശബ്ദമായി അവരുടെ അടുത്തിരുന്നു. ചിലർ മയിലുകളുടെ നൃത്തം അനുകരിച്ചു. അവരിൽ ചിലർ കുരങ്ങുകളെ വാലിൽ പിടിച്ച് അവയുമായി കളിച്ചു. കുരങ്ങുകൾ മരത്തിൽ ചാടിയപ്പോൾ ആൺകുട്ടികൾ പിന്തുടർന്നു. ഒരു കുരങ്ങൻ മുഖവും പല്ലും കാണിച്ചപ്പോൾ ഒരു കുട്ടി അനുകരിച്ച് കുരങ്ങിനെ പല്ല് കാണിച്ചു. ചില ആൺകുട്ടികൾ യമുനയുടെ തീരത്ത് തവളകളോടൊപ്പം കളിച്ചു. ഭയന്ന് തവളകൾ വെള്ളത്തിലേക്ക് ചാടിയപ്പോൾ ആൺകുട്ടികൾ ഉടൻ തന്നെ അവരുടെ പിന്നാലെ കയറി. ആൺകുട്ടികൾ വെള്ളത്തിൽ നിന്നിറങ്ങിവരുമ്പോൾ സ്വന്തം നിഴലുകൾ കണ്ടപ്പോൾ അവർ അനുകരിക്കുകയും കാരിക്കേച്ചറുകൾ ഉണ്ടാക്കുകയും ചിരിക്കുകയും ചെയ്യും. അവരും ആളൊഴിഞ്ഞ കിണറ്റിൽ ചെന്ന് ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കും. പ്രതിധ്വനി തിരിച്ചുവരുമ്പോൾ അവർ അതിനെ ചീത്തപ്പേര് വിളിച്ചു ചിരിക്കും. ഭഗവദ്ഗീതയിൽ പരമാത്മാവ് വ്യക്തിപരമായി പ്രസ്താവിച്ചതുപോലെ ആനുപാതികമായി അതീന്ദ്രിയവാദികളാൽ ബ്രഹ്മമായും പരമാത്മാവായും പരമപുരുഷനായും സാക്ഷാത്കരിക്കപ്പെടുന്നു. ഇവിടെ അതേ പ്രസ്താവനയെ സ്ഥിരീകരിച്ചുകൊണ്ട് വ്യക്തിത്വമില്ലാത്തവർക്ക് തന്റെ ശരീരപ്രഭയാൽ ബ്രഹ്മസാക്ഷാത്കാരത്തിന്റെ ആനന്ദം നൽകുന്ന ഭഗവാൻ കൃഷ്ണനും പരമപുരുഷനായി ഭക്തർക്ക് പ്രസാദം നൽകുന്നു. ബാഹ്യശക്തിയായ മായയുടെ മയക്കത്തിൽ കഴിയുന്നവർ അവനെ ഒരു സുന്ദരിയായ കുട്ടിയായി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. എന്നിട്ടും തന്നോടൊപ്പം കളിച്ച ഗോപാലന്മാർക്ക് അവൻ പൂർണ്ണമായ അതീന്ദ്രിയ ആനന്ദം നൽകി. പുണ്യപ്രവൃത്തികളുടെ കൂമ്പാരം സമാഹരിച്ചതിനുശേഷം മാത്രമാണ് ആ ആൺകുട്ടികൾ പരമപുരുഷനായ വ്യക്തിയുമായി വ്യക്തിപരമായി സഹവസിക്കാൻ അവരോധിക്കപ്പെട്ടത്. വൃന്ദാവന നിവാസികളുടെ അതീന്ദ്രിയ ഭാഗ്യം ആർക്കാണ് കണക്കാക്കാൻ കഴിയുക? പല യോഗികൾക്കും കഠിനമായ തപസ്സിനുശേഷവും കണ്ടെത്താനാകാത്ത പരമപുരുഷനായ പരമപുരുഷനെ അവരുടെ ഹൃദയത്തിലിരിക്കുന്നുണ്ടെങ്കിലും അവർ മുഖാമുഖം കാണുകയായിരുന്നു. ഇത് ബ്രഹ്മസംഹിതയിൽ സ്ഥിരീകരിക്കുന്നു. വേദങ്ങളുടെയും ഉപനിഷത്തുകളുടെയും പേജുകളിലൂടെ പരമപുരുഷനായ കൃഷ്ണനെ ഒരാൾക്ക് അന്വേഷിക്കാം. പക്ഷേ അവനെ അവിടെ കണ്ടെത്തുക പ്രയാസമാണ്. എന്നിരുന്നാലും ഒരു ഭക്തനുമായി സഹവസിക്കാൻ ഭാഗ്യമുള്ള ഒരാൾക്ക് പരമപുരുഷനെ മുഖാമുഖം കാണാൻ കഴിയും. പല മുൻജന്മങ്ങളിലും പുണ്യപ്രവൃത്തികൾ ശേഖരിച്ച ശേഷം ഗോപാലന്മാർ കൃഷ്ണനെ മുഖാമുഖം കാണുകയും അവനുമായി സുഹൃത്തുക്കളായി കളിക്കുകയും ചെയ്തു. കൃഷ്ണ ഭഗവാന്റെ പരമപുരുഷനാണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ അവർ അവനോട് തീവ്രമായ സ്നേഹത്തോടെ ഉറ്റ ചങ്ങാതിമാരായി കളിക്കുകയായിരുന്നു. ഭഗവാൻ കൃഷ്ണൻ തന്നൊപ്പം ബാല്യകാല വിനോദങ്ങൾ ആസ്വദിക്കുമ്പോൾ ഒരു അഗാസുര രാക്ഷസൻ വളരെ അക്ഷമനായി. കൃഷ്ണൻ വളരെ സന്തോഷത്തോടെ കളിക്കുന്നത് അയാൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ എല്ലാവരെയും കൊല്ലാൻ ഉദ്ദേശിച്ച് ആൺകുട്ടികളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഈ അഗാസുരൻ വളരെ അപകടകാരിയായിരുന്നു. സ്വർഗത്തിലെ നിവാസികൾ പോലും അവനെ ഭയപ്പെട്ടു. ആയുസ് ദീർഘിപ്പിക്കാൻ സ്വർഗവാസികൾ ദിവസവും അമൃത് കുടിക്കാറുണ്ടെങ്കിലും അവർ ഈ അഗാസുരനെ ഭയന്ന് എപ്പോൾ അസുരനെ കൊല്ലും എന്ന് ആശ്ചര്യപ്പെട്ടു. അനശ്വരരാകാൻ അമൃത് കുടിക്കാറുണ്ടായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അവർക്ക് അവരുടെ അമർത്യതയിൽ വിശ്വാസമില്ലായിരുന്നു. നേരെ മറിച്ച് കൃഷ്ണനോടൊപ്പം കളിച്ചുകൊണ്ടിരുന്ന ആൺകുട്ടികൾക്ക് ഭൂതങ്ങളെ പേടിയില്ലായിരുന്നു. അവർ ഭയരഹിതരായിരുന്നു. മരണത്തിൽ നിന്ന് സ്വയം സംരക്ഷിക്കുന്നതിനുള്ള ഏതൊരു ഭൗതിക ക്രമീകരണവും എല്ലായ്പ്പോഴും ഉറപ്പില്ല. എന്നാൽ ഒരാൾ കൃഷ്ണാവബോധത്തിലാണെങ്കിൽ അമർത്യ ആത്മവിശ്വാസത്തോടെ ഉറപ്പു നൽകുന്നു. അഗാസുരൻ എന്ന അസുരൻ കൃഷ്ണന്റെയും സുഹൃത്തുക്കളുടെയും മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. പൂതനയുടെയും ബകാസുരന്റെയും ഇളയ സഹോദരനായിരുന്നു അഗാസുരൻ. അവൻ ചിന്തിച്ചു, കൃഷ്ണൻ എന്റെ സഹോദരനെയും സഹോദരിയെയും കൊന്നു. ഇപ്പോൾ ഞാൻ അവന്റെ എല്ലാ സുഹൃത്തുക്കളോടും പശുക്കിടാക്കളോടും ഒപ്പം അവനെ കൊല്ലും. അഗാസുരൻ കംസന്റെ പ്രേരണയാൽ ദൃഢനിശ്ചയത്തോടെയാണ് വന്നത്.
തന്റെ സഹോദരന്റെയും സഹോദരിയുടെയും സ്മരണയ്ക്കായി ധാന്യങ്ങളും വെള്ളവും സമർപ്പിച്ച് കൃഷ്ണനെയും എല്ലാ ഗോപാലന്മാരെയും കൊല്ലുമ്പോൾ വൃന്ദാവനവാസികളെല്ലാം സ്വയം മരിക്കുമെന്ന് അകാസുരനും ചിന്തിച്ചു. പൊതുവെ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം കുട്ടികളാണ് ജീവനും ശ്വാസവും. എല്ലാ കുട്ടികളും മരിക്കുമ്പോൾ സ്വാഭാവികമായും മാതാപിതാക്കളും അവരോടുള്ള ശക്തമായ വാത്സല്യത്താൽ മരിക്കുന്നു. അകാസുരൻ അങ്ങനെ വൃന്ദാവനത്തിലെ എല്ലാ നിവാസികളെയും കൊല്ലാൻ തീരുമാനിച്ചു. മഹിമ എന്ന യോഗസിദ്ധിയിലൂടെ സ്വയം വികസിച്ചു. ഭൂതങ്ങൾ പൊതുവെ എല്ലാത്തരം നിഗൂഢ ശക്തികളും നേടുന്നതിൽ വൈദഗ്ധ്യമുള്ളവരാണ്. യോഗ സമ്പ്രദായത്തിൽ മഹിമസിദ്ധി എന്ന പൂർണ്ണതയാൽ ഒരാൾക്ക് താൻ ആഗ്രഹിക്കുന്നതുപോലെ സ്വയം വികസിപ്പിക്കാൻ കഴിയും. അകാസുരൻ എന്ന അസുരൻ 8 മൈൽ വരെ സ്വയം വികസിക്കുകയും വളരെ തടിച്ച സർപ്പത്തിന്റെ രൂപം ധരിക്കുകയും ചെയ്തു. ഈ അത്ഭുതകരമായ ശരീരം നേടിയ ശേഷം അവൻ ഒരു പർവ്വതഗുഹ പോലെ വായ തുറന്നു. കൃഷ്ണനും ബലരാമനും ഉൾപ്പെടെ എല്ലാ ആൺകുട്ടികളെയും ഒരേസമയം വിഴുങ്ങാൻ ആഗ്രഹിച്ച് അവൻ പാതയിലിരുന്നു. ഒരു വലിയ തടിച്ച സർപ്പത്തിന്റെ ആകൃതിയിലുള്ള ഭൂതം കരിയിൽ നിന്ന് ആകാശത്തേക്ക് ചുണ്ടുകൾ വികസിപ്പിച്ചു. അവന്റെ കീഴ്ചുണ്ട് നിലത്ത് സ്പർശിച്ചു. അവന്റെ മേൽചുണ്ട് മേഘങ്ങളെ സ്പർശിച്ചു. അവന്റെ താടിയെല്ലുകൾ പരിമിതികളില്ലാതെ ഒരു വലിയ പർവ്വതഗുഹ പോലെ പ്രത്യക്ഷപ്പെട്ടു. അവന്റെ പല്ലുകൾ പർവ്വതശിഖരങ്ങൾ പോലെ പ്രത്യക്ഷപ്പെട്ടു. അവന്റെ നാവ് വിശാലമായ ഗതാഗത മാർഗമായി കാണപ്പെട്ടു. അവൻ ഒരു ചുഴലിക്കാറ്റ് പോലെ ശ്വസിച്ചു. അവന്റെ കണ്ണുകൾ തീ പോലെ ജ്വലിക്കുന്നുണ്ടായിരുന്നു. ഭൂതം ഒരു പ്രതിമയാണെന്ന് ആൺകുട്ടികൾ ആദ്യം കരുതി. പക്ഷേ അത് പരിശോധിച്ചപ്പോൾ അത് ഒരു വലിയ സർപ്പമാണ് റോഡിൽ കിടന്ന് വായ വിടർത്തുന്നത്. ആൺകുട്ടികൾ പരസ്പരം സംസാരിക്കാൻ തുടങ്ങി. പ്രിയ സുഹൃത്തുക്കളെ, ഈ രൂപം ഒരു വലിയ മൃഗമായി കാണപ്പെടുന്നു. അവൻ ഞങ്ങളെ എല്ലാവരെയും വിഴുങ്ങാൻ വേണ്ടിയാണ് അത്തരമൊരു ഭാവത്തിൽ ഇരിക്കുന്നത്. നോക്കൂ, നമ്മളെയൊക്കെ തിന്നാൻ വായ വിടർത്തിയ വലിയ പാമ്പല്ലേ? അവരിൽ ഒരാൾ പറഞ്ഞു. അതെ, നിങ്ങൾ പറയുന്നത് സത്യമാണ്. ഈ മൃഗത്തിന്റെ മേൽചുണ്ട് സൂര്യപ്രകാശം പോലെ കാണപ്പെടുന്നു. അതിന്റെ താഴത്തെ ചുണ്ട് നിലത്ത് ചുവന്ന സൂര്യപ്രകാശത്തിന്റെ പ്രതിഫലനം പോലെയാണ്. പ്രിയ സുഹൃത്തുക്കളെ, മൃഗത്തിന്റെ വായയുടെ വലത്തോട്ടും ഇടത്തോട്ടും നോക്കുക. അതിന്റെ വായ ഒരു വലിയ പർവ്വതഗുഹ പോലെ കാണപ്പെടുന്നു. അതിന്റെ ഉയരം കണക്കാക്കാൻ കഴിയില്ല. താടിയും ഒരു പർവ്വത ശിഖരം പോലെയാണ് ഉയർത്തിയിരിക്കുന്നത്. ആ നീണ്ട ഹൈവേ അതിന്റെ നാവായി കാണപ്പെടുന്നു. വായയ്ക്കുള്ളിൽ അത് ഒരു പർവ്വതഗുഹയിലെന്ന പോലെ ഇരുണ്ടതാണ്. ചുഴലിക്കാറ്റ് പോലെ വീശുന്ന ചൂടുള്ള കാറ്റ് അവന്റെ ശ്വാസമാണ്. അവന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന മത്സ്യം പോലെയുള്ള ദുർഗന്ധം അവന്റെ കുടലിന്റെ ഗന്ധമാണ്. എന്നിട്ട് അവർ തമ്മിൽ കൂടിയാലോചിച്ചു, നമ്മളെല്ലാവരും ഒരു കാലത്ത് ഈ മഹാസർപ്പത്തിന്റെ വായിൽ പ്രവേശിച്ചാൽ അത് എങ്ങനെ നമ്മയെല്ലാം വിഴുങ്ങും? നമ്മളെയെല്ലാം ഒറ്റയടിക്ക് വിഴുങ്ങിയാലും അതിന് കൃഷ്ണന് വിഴുങ്ങാൻ കഴിഞ്ഞില്ല. ബകാസുരനെ കൊന്നതുപോലെ കൃഷ്ണൻ ഉടനെ അവനെ കൊല്ലും. ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് എല്ലാ ആൺകുട്ടികളും കൃഷ്ണന്റെ മനോഹരമായ താമര പോലെയുള്ള മുഖത്തേക്ക് നോക്കി. അവർ കൈകൊട്ടി പുഞ്ചിരിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ മുന്നോട്ട് നീങ്ങി ഭീമാകാരമായ സർപ്പത്തിന്റെ വായിൽ പ്രവേശിച്ചു. അതിനിടയിൽ എല്ലാവരുടെയും ഹൃദയത്തിനുള്ളിലെ പരമാത്മാവായ കൃഷ്ണൻ, ആ വലിയ പ്രതിമ ഒരു അസുരനാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്നിരുന്നാലും ആൺകുട്ടികൾ ഇതറിഞ്ഞില്ല. അങ്ങനെ കൃഷ്ണൻ തന്റെ അടുത്ത സുഹൃത്തുക്കളുടെ നാശം എങ്ങനെ തടയാമെന്ന് ആസൂത്രണം ചെയ്യുന്നതിനിടയിൽ എല്ലാ ആൺകുട്ടികളും അവരുടെ പശുക്കിടാക്കളും സർപ്പത്തിന്റെ വായിൽ പ്രവേശിച്ചു. എന്നാൽ കൃഷ്ണൻ പ്രവേശിച്ചില്ല. അസുരൻ കൃഷ്ണന്റെ പ്രവേശനത്തിനായി കാത്തിരിക്കുകയായിരുന്നു. അവൻ ചിന്തിച്ചു, എന്റെ സഹോദരനെയും സഹോദരിയെയും കൊന്ന കൃഷ്ണനൊഴികെ എല്ലാവരും പ്രവേശിച്ചു. എല്ലാവർക്കും സുരക്ഷിതത്വത്തിന്റെ ഉറപ്പാണ് കൃഷ്ണൻ. എന്നാൽ തന്റെ സുഹൃത്തുക്കൾ ഇതിനകം തന്നെ തന്റെ കൈവിട്ടുപോയെന്നും ഒരു മഹാസർപ്പത്തിന്റെ വയറ്റിൽ കിടക്കുന്നതായും കണ്ടപ്പോൾ അവൻ ഒരു നിമിഷം വേദനിച്ചു. ബാഹ്യമായ ഊർജ്ജം എങ്ങനെയാണ് ഇത്ര അത്ഭുതകരമായി പ്രവർത്തിക്കുന്നത് എന്നതും അയാൾക്ക് അത്ഭുതമായി. അസുരനെ എങ്ങനെ കൊല്ലാമെന്നും അതേസമയം ആൺകുട്ടികളെയും പശുക്കിടാക്കളെയും എങ്ങനെ രക്ഷിക്കാമെന്നും അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി. കൃഷ്ണന്റെ ഭാഗത്തുനിന്ന് വസ്തുതാപരമായ ഒരു ആശങ്കയുമില്ലെങ്കിലും അവൻ അങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ഒടുവിൽ കുറെ ആലോചനകൾക്കു ശേഷം അവനും ഭൂതത്തിന്റെ വായിൽ പ്രവേശിച്ചു. കൃഷ്ണൻ പ്രവേശിച്ചപ്പോൾ വിനോദം കാണാൻ ഒത്തുകൂടി. മേഘങ്ങൾക്കുള്ളിൽ മറഞ്ഞിരുന്ന എല്ലാ ദേവന്മാരും അയ്യോ അയ്യോ. അതേസമയം അകാസുരന്റെ എല്ലാ സുഹൃത്തുക്കളും, പ്രത്യേകിച്ച് കംസൻ, മാംസവും രക്തവും ഭക്ഷിക്കുന്ന ശീലമുള്ളവരെല്ലാം കൃഷ്ണനും അസുരന്റെ വായിൽ പ്രവേശിച്ചുവെന്ന് മനസ്സിലാക്കി തങ്ങളുടെ ആഹ്ലാദ പ്രകടനം നടത്തി. അസുരൻ കൃഷ്ണനെയും അവന്റെ കൂട്ടരെയും തകർക്കാൻ ശ്രമിക്കുമ്പോൾ കൃഷ്ണൻ ദേവന്മാരുടെ കരച്ചിൽ കേട്ടു. അയ്യോ അയ്യോ. അവൻ ഉടൻ തന്നെ ഭൂതത്തിന്റെ തൊണ്ടയ്ക്കുള്ളിൽ സ്വയം വികസിപ്പിക്കാൻ തുടങ്ങി. ഭീമാകാരമായ ശരീരമുണ്ടായിരുന്നെങ്കിലും കൃഷ്ണന്റെ വികാസത്താൽ അസുരൻ ശ്വാസം മുട്ടി. അവന്റെ വലിയ കണ്ണുകൾ അക്രമാസക്തമായി ചലിച്ചു. അവൻ പെട്ടെന്ന് ശ്വാസം മുട്ടി. അവന്റെ ജീവവായു ഒരു സ്രോതസ്സിൽ നിന്നും പുറത്തുവരാൻ കഴിഞ്ഞില്ല. ഒടുവിൽ അത് അവന്റെ തലയോട്ടിയുടെ മുകൾ ഭാഗത്തെ ഒരു ദ്വാരത്തിൽ നിന്ന് പൊട്ടിത്തെറിച്ചു. അങ്ങനെ അവന്റെ ജീവവായു പോയി. അസുരൻ മരിച്ചതിനുശേഷം കൃഷ്ണൻ തന്റെ അതീന്ദ്രിയമായ ഒരു നോട്ടത്താൽ എല്ലാ ആൺകുട്ടികളെയും പശുക്കിടാക്കളെയും ബോധത്തിലേക്ക് തിരികെ കൊണ്ടുവരികയും അസുരന്റെ വായിൽ നിന്ന് അവരോടൊപ്പം പുറത്തുവരികയും ചെയ്തു. കൃഷ്ണൻ അകാസുരന്റെ വാക്കുള്ളിലായിരിക്കുമ്പോൾ രാക്ഷസന്റെ ആത്മാവ് ഒരു മിന്നുന്ന പ്രകാശം പോലെ എല്ലാ ദിശകളെയും പ്രകാശിപ്പിച്ച് ആകാശത്ത് കാത്തുനിന്നു. കൃഷ്ണൻ തന്റെ കാളക്കുട്ടികളോടും സുഹൃത്തുക്കളോടും കൂടി അസുരന്റെ വായിൽ നിന്ന് പുറത്തുവന്നയുടനെ ആ മിന്നുന്ന പ്രകാശം എല്ലാ ദേവന്മാരുടെയും ദർശനത്തിനുള്ളിൽ കൃഷ്ണന്റെ ശരീരത്തിൽ ലയിച്ചു.
ദേവന്മാർ സന്തോഷത്താൽ മതിമറന്നു. പരമപുരുഷനായ കൃഷ്ണന്റെ മേൽ പുഷ്പങ്ങൾ വർഷിക്കുകയും അങ്ങനെ അവർ അവനെ ആരാധിക്കുകയും ചെയ്തു. സ്വർഗ്ഗത്തിലെ നിവാസികൾ ആഹ്ലാദത്തോടെ നൃത്തം ചെയ്തു. ഗന്ധർവലോകത്തിലെ അന്തേവാസികൾ പലതരം പ്രാർത്ഥനകൾ നടത്തി. ഡ്രമ്മർമാർ ആഹ്ലാദത്തോടെ ഡ്രംസ് അടിച്ചു. ബ്രാഹ്മണർ വേദസ്തുതികൾ ചൊല്ലി. ഭഗവാന്റെ എല്ലാ ഭക്തരും ജയ ജയ. എല്ലാ മഹത്വങ്ങളും പരമപുരുഷനായ ദൈവത്തിന്. ഉയർന്ന ഗ്രഹവ്യവസ്ഥയിലുടനീളം മുഴങ്ങിയ ആ ശുഭകരമായ സ്പന്ദനങ്ങൾ കേട്ടപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് കാണാൻ ബ്രഹ്മദേവൻ ഉടനിറങ്ങിവന്നു. അസുരൻ കൊല്ലപ്പെട്ടതായി അദ്ദേഹം കണ്ടു. ദൈവിക വ്യക്തിത്വത്തിന്റെ അസാധാരണവും മഹത്തായതുമായ വിനോദങ്ങളിൽ അവൻ അത്ഭുതപ്പെട്ടു. രാക്ഷസന്റെ ഭീമാകാരമായ വായ ദിവസങ്ങളോളം തുറന്ന നിലയിലായിരുന്നു. ക്രമേണ ഉണങ്ങി. എല്ലാ പശുക്കളെ മേയ്ക്കുന്ന ആൺകുട്ടികൾക്കും അത് ഒരു ഉല്ലാസ വിനോദമായിരുന്നു. കൃഷ്ണനും അവന്റെ എല്ലാ കാമുകന്മാരും 5 വയസ്സിന് താഴെയുള്ളപ്പോഴാണ് അകാസുരന്റെ വധം നടന്നത്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൗമാര എന്നും 5 വയസ്സ് മുതൽ 10-ാം വർഷം വരെ പൗഗണ്ഡ എന്നും 10-ാം വർഷം മുതൽ 15-ാം വർഷം വരെ കൈശോര എന്നും വിളിക്കുന്നു. 15-ാം വർഷത്തിനുശേഷം ആൺകുട്ടികളെ യുവാക്കൾ എന്ന് വിളിക്കുന്നു. വ്രജഗ്രാമത്തിലെ അസുരന്റെ സംഭവത്തെക്കുറിച്ച് 1 വർഷത്തോളം ചർച്ച നടന്നില്ല. എന്നാൽ ആൺകുട്ടികൾ 6-ാം വയസ്സിലെത്തിയപ്പോൾ സംഭവം വളരെ അത്ഭുതത്തോടെ അവർ മാതാപിതാക്കളെ അറിയിച്ചു. ഭഗവാൻ ബ്രഹ്മാവിനെപ്പോലുള്ള ദേവതകളെക്കാൾ എത്രയോ ശ്രേഷ്ഠനായ പരമപുരുഷനായ ശ്രീകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം തന്റെ നിത്യശരീരത്തിൽ ലയിക്കുന്നതിനുള്ള അവസരം ഒരാൾക്ക് നൽകുക എന്നത് ഒട്ടും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഇത് അദ്ദേഹം അകാസുരന് നൽകി. അകാസുരൻ തീർച്ചയായും ഏറ്റവും പാപിയായ ജീവിയായിരുന്നു. പാപമുള്ളവർക്ക് പരമമായ സത്യത്തിന്റെ അസ്തിത്വത്തിൽ ലയിക്കുക സാധ്യമല്ല. എന്നാൽ ഈ പ്രത്യേക സാഹചര്യത്തിൽ കൃഷ്ണൻ അകാസുരന്റെ ശരീരത്തിൽ പ്രവേശിച്ചതിനാൽ രാക്ഷസൻ എല്ലാ പാപപ്രതികരണങ്ങളിൽ നിന്നും പൂർണ്ണമായി ശുദ്ധനായി. ദേവന്റെ രൂപത്തിലോ മാനസിക രൂപത്തിലോ ഉള്ള ഭഗവാന്റെ ശാശ്വത രൂപത്തെക്കുറിച്ച് നിരന്തരം ചിന്തിക്കുന്ന വ്യക്തികൾക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനും പരമപുരുഷനായ വ്യക്തിയുമായി സഹവസിക്കുന്നതിനുമുള്ള അതീന്ദ്രിയ അനുഗ്രഹം ലഭിക്കുന്നു. അതിനാൽ പരമപുരുഷനായ കൃഷ്ണൻ വ്യക്തിപരമായി ആരുടെ ശരീരത്തിൽ പ്രവേശിച്ചുവോ അകാസുരനെപ്പോലെയുള്ള ഒരാളുടെ ഉയർന്ന സ്ഥാനം നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. മഹാമുനികളും ധ്യാനനിമഗ്നരും ഭക്തരും ഭഗവാന്റെ രൂപം നിരന്തരം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. അല്ലെങ്കിൽ അവർ ക്ഷേത്രങ്ങളിൽ ഭഗവാന്റെ പ്രതിഷ്ഠയെ കാണുന്നു. അങ്ങനെ അവർ എല്ലാ ഭൗതിക മലിനീകരണത്തിൽ നിന്നും മോചനം നേടുകയും ശരീരത്തിന്റെ അവസാനത്തിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. മനസ്സിനുള്ളിൽ ഭഗവാന്റെ രൂപം നിലനിർത്തിയാൽ മാത്രമേ ഈ പൂർണ്ണത സാധ്യമാകൂ. എന്നാൽ അകാസുരന്റെ കാര്യത്തിൽ പരമപുരുഷൻ വ്യക്തിപരമായി പ്രവേശിച്ചു. അതിനാൽ അകാസുരന്റെ സ്ഥാനം സാധാരണ ഭക്തനേക്കാളും മഹായോഗിയേക്കാളും വലുതായിരുന്നു. കൂടുതൽ വീഡിയോകൾക്കായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.